നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഏറ്റവും ഒടുവിലത്തെ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ SIT തീരുമാനിച്ചതായി വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മാധ്യമങ്ങൾ എല്ലാം ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടൂർ പ്രകാശ് ചില്ലറ കക്ഷിയല്ല, UDFിൻ്റെ കൺവീനറാണ്, പ്രതിപക്ഷ പാർട്ടിയുടെ കൺവീനറാണ്. ഏത് സാഹചര്യത്തിലാണ് അടൂർ പ്രകാശ് ഈ കഥയിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. അത് സംബന്ധിച്ച ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് SIT കടക്കുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ വിലയിരുത്തുന്നത്. 3 പോയിന്റാണ്. ഒന്നാമത്തേത് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ചോദ്യം ചെയ്യൽ വാർത്ത എന്താണ്, വാർത്തയുടെ ഉള്ളടക്കം എന്നത് സംബന്ധിച്ച് ആദ്യം നമുക്ക് നോക്കാം. ഇന്നത്തെ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി SIT. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാനാണ് ചോദ്യം ചെയ്യൽ. പോറ്റിയുമായി ബന്ധമുള്ളവരുടെ പട്ടിക SIT തയ്യാറാക്കിയതിന് പിന്നാലെയാണ് നടപടി. ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ സോണിയാഗാന്ധിയെ കാണാൻ പോകുമ്പോൾ അടൂർ പ്രകാശ് ഒപ്പമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, PS പ്രശാന്ത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് എന്നിവരുടെ മൊഴി SIT രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അടൂർ പ്രകാശിലേക്കും അന്വേഷണം നീളുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശ് നിൽക്കുന്ന ചിത്രങ്ങൾ നേരത്തെ തന്നെ CPM രാഷ്ട്രീയ ആയുധമാക്കിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ 2 വട്ടം സന്ദർശനം നടത്തിയതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു തവണ അടൂർ പ്രകാശും മറ്റൊരു തവണ ആന്റണി MP-യുമാണ് ഒപ്പമുണ്ടായിരുന്നത്. തൻ്റെ മണ്ഡലത്തിലെ വോട്ടറായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻറ്റ് എടുത്തപ്പോൾ എന്നെയും ഒപ്പം കൂട്ടുകയായിരുന്നു എന്നാണ് അടൂർ പ്രകാശ് വിശദീകരിച്ചത്. എന്നാൽ അപ്പോയിൻമെൻറ്റ് ലഭിക്കാൻ പ്രയാസമുള്ള സോണിയാഗാന്ധിയെ കാണാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്ര വേഗത്തിൽ എങ്ങനെ സാധിച്ചു എന്നത് അന്വേഷണ സംഘം ഗൗരവത്തോടെയാണ് കാണുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ എന്നും തൻ്റെ മണ്ഡലത്തിൽ താമസിക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് ബന്ധം എന്നുമാണ് അടൂർ പ്രകാശ് ആവർത്തിക്കുന്നത്. ഭീമ ജ്വല്ലറി നൽകിയ ആംബുലൻസ് സർക്കാരിന് കൈമാറുന്ന ചടങ്ങിലടക്കം ഇയാൾ പങ്കെടുത്തിരുന്നു. തന്നെ ആര് വിളിച്ചാലും കൂടെ പോകാറുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റ് ബന്ധങ്ങളൊന്നുമില്ലെന്നും ആണ് അടൂർ പ്രകാശിൻ്റെ പ്രതികരണം. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും തെളിവുണ്ടെങ്കിൽ തനിക്കെതിരെ കേസെടുക്കട്ടെ എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇതാണ് നിലവിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനുള്ള SIT തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള വാർത്താ വിവരങ്ങൾ. ഇതിൻ്റെ അനുബന്ധമായി നിരവധി രാഷ്ട്രീയ ചോദ്യങ്ങൾ, ചർച്ചകൾ ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ടാമതായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന് ഉപരിയായി പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഇതിലെ പ്രധാന പ്രതികളായ ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിവരെ ഒന്നിച്ചിരുത്തി SIT ചോദ്യം ചെയ്യാൻ പോവുകയാണല്ലോ. ഈ സാഹചര്യത്തിൽ അടൂർ പ്രകാശ് മാത്രമല്ല ആന്റണിക്കും ഈ തരത്തിലുള്ള ബന്ധം ഇവരുമായി ഉണ്ട് എന്നുള്ള ആക്ഷേപമാണ് മറ്റൊന്ന് ഉയർന്നു വന്നത്. സോണിയാഗാന്ധിയുടെ അടുത്ത് 2 തവണ സന്ദർശിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ആന്റണിയുടെ ചിത്രം കൂടി പുറത്തു വന്നിരുന്നു. ആന്റണി MP-യാണ്, പത്തനംതിട്ടയിലെ MP-യാണ്, ശബരിമല ഉൾപ്പെടുന്ന സ്ഥലമാണത്. അവിടുത്തെ MP-ക്ക് ഇത്ര സൗകര്യത്തിൽ ഇവരുമായി ബന്ധം ഉണ്ടാക്കുകയും സോണിയാഗാന്ധിയുടെ അടുത്ത് അപ്പോയിൻമെൻറ്റ് ഇത്ര അവൈലബിൾ ആവുന്നത് ബുദ്ധിമുട്ടുള്ളൊരു അപ്പോയിൻമെൻറ്റ് ഇത്ര എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ആന്റണിയും അടൂർ പ്രകാശിനൊപ്പം അവിടെ എത്തുകയാണ്. ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. എന്നാൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ആന്റണി തനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന കാഴ്ച കാണുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ് ചാനലിൽ മാധുവുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ആന്റണി ഈ കാര്യത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. തനിക്ക് അയാൾ ആര് ആണ് എന്ന് പോലും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫോട്ടോ വെച്ചിട്ടാണ്, ഫോട്ടോ ആരുടെയെല്ലാം ഫോട്ടോ എവിടെയെല്ലാം ഉണ്ട്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം മുഖ്യമന്ത്രിയുമായുള്ള ഒരു ഫോട്ടോ പങ്കുവെച്ചപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് ഇങ്ങനെ ആയിരുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയുമായുള്ള ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു ഫോട്ടോ അത് പങ്കുവെച്ചപ്പോൾ കോൺഗ്രസിന്റെ നിലപാട് ഇതായിരുന്നില്ല. അങ്ങും ശ്രീ ഞാനൊന്ന് ചോദിക്കട്ടെ, ശ്രീ ആന്റണി, ഫോട്ടോ പങ്കുവെച്ചോട്ടെ, ഫോട്ടോ പങ്കുവെച്ച ഉടനെ മുഖ്യമന്ത്രി ചോദ്യം ചെയ്യാൻ ഇല്ലല്ലോ. അല്ല, ആ കേസ് അതിൽ വ്യാജ ഫോട്ടോ പങ്കുവെച്ചു എന്ന കാര്യത്തിൽ ന്യായമുള്ള കാര്യമൊന്നുമല്ല. ആ സമയത്ത് കോൺഗ്രസ് നിലപാട് എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങും ശ്രീ അടൂർ പ്രകാശ് ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പൊ അടൂർ പ്രകാശിന് ശേഷം ഒരുപക്ഷെ SIT അങ്ങയുടെ കൂടി വിവരങ്ങൾ തേടുമോ? അല്ല, ഞാന് 14 വർഷം മുമ്പാണ് ആ ഫോട്ടോ കാണും പറയാം. സോണിയാഗാന്ധിയുടെ ചെറുപ്പകാലത്തെ ഫോട്ടോയാണ്. 10 വർഷം മുമ്പ് ഞാൻ ജന്മത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു സംഘം ആളുകൾ അവരെ കാണാൻ വന്നിട്ടുണ്ട്. അവര് ആ കൂടെ ശബരിമലയിൽ നിന്നുള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ ജനപ്രതിനിധിയില്ല, ഞാനിവിടെ ഫോട്ടോ കയറുന്നു വന്നോളൂ. എനിക്ക് ഇയാൾ ആരാണെന്ന് പോലും അറിയത്തില്ല. 14 വർഷം അപ്പൊ ഇതൊക്കെ വെറും തങ്ങൾ ചെന്ന് ചാടിയിരിക്കുന്ന പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തുന്ന ചില ചാവല്യങ്ങൾ മാത്രമാണ്. അത്രയുള്ളൂ ഇതൊക്കെ. അല്ലാതെ ചോദ്യം ചെയ്യുന്ന ഒരു ന്യായവും ഈ നിലപാടിലേക്ക് പോകുന്നത് എന്നാണോ കോൺഗ്രസ് ആരോപിക്കുന്നത്? അല്ല, അത് ചോദ്യം ചെയ്യുന്നതിൽ എന്ത് ന്യായമാണല്ലോ.
ആന്റോ ആന്റണിക്ക് മുന്നിൽ മറ്റ് വഴികളില്ല. കാരണം വളരെ ഗൗരവത്തിലുള്ള ഒരു പ്രശ്നം അവിടെ ഉയർത്തപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമൊത്തുള്ള ചിത്രം പുറത്തു വന്നിട്ട്, കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിനൊപ്പമുള്ള ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഏത് സാഹചര്യത്തിലാണ് ഇവർ ഫോട്ടോ എടുത്തത് എന്നുള്ളത് പുറത്തു വന്ന കാര്യം നമ്മൾ കണ്ടതാണ്. വീഡിയോ അടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. ഭീമ ജ്വല്ലറി നൽകിയ ആംബുലൻസ് കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള താക്കോൽ കൈമാറ്റ ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പുറത്ത്, സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിൽ പുറത്ത് നടന്ന ഒരു ചടങ്ങിൽ സംബന്ധിച്ചത് ഭീമ ജ്വല്ലറിയുടെ ആളായിട്ടാണ് പോറ്റി വന്നത് എന്നുള്ളതാണ്. ആ ചിത്രത്തെ ഫേക്കായി മോർഫ് ചെയ്തുകൊണ്ടാണ് സുബ്രഹ്മണ്യം, കോൺഗ്രസിൻ്റെ നേതാവാൻ സുബ്രഹ്മണ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തത്. ഇതിനെ അപ്പുറത്താണ് അതീവ ഗൗരവമുള്ളൊരു ഫോട്ടോ. അതായത് ഒരു വീട്ടിലേക്ക് അങ്ങോട്ട് ക്ഷണിച്ച് വരുത്തിയ അതിഥികളായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റ് പ്രധാനപ്പെട്ട രണ്ടുപേരും സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഈ ചോദ്യം ചെയ്യൽ, അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട SITയുടെ നടപടി അതീവ ഗൗരവമുള്ളതാകുന്നുണ്ട്. അതുകൊണ്ട് കൂടി എങ്ങനെ സോണിയാഗാന്ധി വളരെ തിരക്കുള്ള ആളാണ്. നേരത്തെ തന്നെ UPAയുടെ അധ്യക്ഷയൊക്കെ ആയിരുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്ന തിരക്കൊക്കെ നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ അവരുടെ അടുത്ത് വളരെ ഈസിയായി ഒന്നിലധികം തവണ സന്ദർശിക്കാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു? അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഈ കേസിൽ ഏറ്റവും പ്രധാന റോളുള്ള ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 2 പ്രതികളുടെ കാര്യത്തിലും സമാനമായ സ്ഥിതിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളിയും മുഖ്യമന്ത്രിക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ വന്നു എന്നുള്ള യാഥാർത്ഥ്യം അതിൻ്റെ ഗൗരവത്തിൽ തന്നെ പരിശോധിക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് ഒരാളല്ല, മറ്റ് പ്രതികൾ കൂടി, ഈ കേസിലെ പ്രധാനപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കാളികളായ 3 പ്രതികൾ ഒരുമിച്ച് സോണിയാഗാന്ധിയുടെ അടുത്ത് ഒന്നിലധികം തവണ എത്തുന്നത് എങ്ങനെയെന്നുള്ളതാണ് ചോദ്യം. അതിൽ അടൂർ പ്രകാശിൻ്റെയും ആന്റോ ആന്റണിയുടെയും പങ്ക് എന്താണ് എന്നുള്ളതാണ് SITയുടെ മുമ്പിലുള്ള അടുത്ത പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ഇഷ്യൂ. അതിനെയാണ് ഈ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത്. ഈ പ്രതികൾ ബെല്ലാരി ഏറ്റവും സുരക്ഷിത മണ്ഡലമായി ഒരു ഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ്. ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമായി എല്ലാ സർവേ മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ്. ആ സ്ഥലത്തേക്കാണ് ഈ സ്വർണം കൊണ്ടുപോയെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള എല്ലാ പരിശോധനയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ. അപ്പോൾ ഇദ്ദേഹം ഏതെങ്കിലും ഒരു സംഭവത്തിലല്ല, അവിടെ നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബെല്ലാരിയിൽ നിന്നുള്ള MP ആയി സോണിയാഗാന്ധി എത്തിയിട്ടുള്ളതാണ്. ഒപ്പം ബെല്ലാരി കോൺഗ്രസിൻ്റെ വളരെ സേഫായ ഒരു സ്പേസാണ്. കവർച്ച നടത്തിയ സ്വർണ്ണം അങ്ങോട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. ബെല്ലാരി ഗോവർദ്ധൻ കൊണ്ടുപോയിട്ടുള്ളത്. ഗോവർദ്ധൻ പോറ്റിയും ഗോവർദ്ധനും മൂന്നാമത്തെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, അദ്ദേഹവും എങ്ങനെ ഇവരുമായി ബന്ധപ്പെടുന്നു എന്നുള്ള ചോദ്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ ഭാഗം, നമ്മൾ പറയുന്ന മൂന്നാമത്തെ ഭാഗം ഗൗരവതരമാണ്. ഏത് മട്ടിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഇവർ ബന്ധപ്പെടുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അറസ്റ്റിലായ ആളുകളുടെ തട്ട് തിരിച്ചാൽ തന്നെ 2 ലെയറായി ആളുകൾ കിടക്കുകയാണ്. അധികാര സ്ഥാനത്തിരിക്കുന്ന പത്മകുമാറിനെ പോലുള്ള വാസുവിനെ പോലുള്ള CPMൻ്റെ മുൻ ഭരണ കേന്ദ്രത്തിൽ ഇരുന്ന ആളുകൾ, അവർക്ക് താഴെ ഇതിൽ അതിവിദഗ്ധമായി തട്ടിപ്പ് നടത്തിയ മറ്റൊരു സംഘം, അതിൽ പോറ്റിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രവർത്തിച്ചു, കൃത്യമായി സ്വർണ്ണക്കൊള്ള നടത്തി എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ തെളിവ് സഹിതം നിൽക്കുകയുമാണ്. അവിടെയാണ് രാഷ്ട്രീയ പ്രയോഗത്തിൽ CPM ഒരു ഭാഗത്ത് പ്രതിക്കൂട്ട് നിൽക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഈ കൊള്ളയിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളുമായി നേരിട്ട് ബന്ധം, സോണിയാഗാന്ധി വരെ നീളുന്ന തരത്തിലുള്ള ഈ കണക്ഷൻ എങ്ങനെ വന്നു എന്നുള്ള ചോദ്യം വരുന്നത്. അവിടേക്കാണ് ഏറ്റവും ഒടുവിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനുള്ള SIT നീക്കം വരുന്നത്. മാധ്യമങ്ങളും ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. ആന്റോ ആന്റണി കൈ കഴുകിയാലും ഇതിൽ വിശദാംശങ്ങൾ നൽകേണ്ട സാഹചര്യം ഉണ്ടാകും. അതാണ് ഒരു ഭാഗം. മറ്റൊന്ന്, CBIയും EDയും അടക്കം ഇതിൽ കേസെടുത്ത അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിൽ നിർത്താവുന്ന ഒരു രാഷ്ട്രീയ വിഷയമാക്കി ഇതിനെ BJP മാറ്റുമോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. പ്രത്യേകിച്ചും ഇങ്ങനെ കേന്ദ്ര ഏജൻസി വരുമ്പോൾ ഈ അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഈ അടൂർ പ്രകാശും കോൺഗ്രസ് അടക്കമുള്ള ഈ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ എങ്ങനെ ഇവരുമായി കണക്ട് ചെയ്യുന്നു, സോണിയാഗാന്ധിയിലേക്ക് എങ്ങനെ ഇവർ എത്തുന്നു, എന്തിനാണ് എത്തുന്നത് എന്നുള്ളതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. സമ്മാനം നൽകിയത് എന്താണ് എന്നുള്ളതടക്കമുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ പോറ്റിയെ കയറ്റിയെ എന്ന പാട്ട് തന്നെ പോറ്റിയെ സോണിയയുടെ വീട്ടിലേക്ക് കയറ്റിയെ എന്നുള്ള പാട്ടിലേക്ക് മാറ്റപ്പെടുന്ന സാഹചര്യമാണ്. ഈ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിനെ കടുത്ത പ്രതിരോധത്തിലേക്ക് നയിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ പ്രാഥമികമായി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രതികളെല്ലാം പിടിയിലായി കഴിഞ്ഞു. കോൺഗ്രസ് തന്നെ SITയെ
ഈ തരത്തിൽ അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകളിലേക്ക് ഇത് എത്തും എന്നുള്ള സംശയകരമായ സാഹചര്യം വന്നപ്പോൾ SITക്ക് മേൽ സമ്മർദ്ദം എന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി VD സതീശനടക്കം ശ്രമിച്ചിരുന്നു. എന്നാൽ പിന്നീട് കടകംപള്ളിയെയും പ്രശാന്തനെയും ചോദ്യം ചെയ്ത വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിൽ വീണ്ടും SITക്ക് ഒപ്പം നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇനി അതുകൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ അത്രയധികം ആർജവം കാണിച്ച SIT അടൂർ പ്രകാശിനെയും അത് കഴിഞ്ഞ് മറ്റാരെയെങ്കിലും ഒക്കെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് എളുപ്പമല്ല. കോടതിയിലെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ SITക്ക് വിശ്വസനീയത വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യവുമുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയമായി ഇത് കേരളത്തിൽ വലിയ തർക്കങ്ങൾക്ക് ഇടയാക്കും എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇനി എന്തു പറയും, ഏത് മട്ടിൽ അടൂർ പ്രകാശിൻ്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വാർത്തയോട് പ്രതികരിക്കും എന്നുള്ളതെല്ലാം കാത്തിരുന്ന് കാണുക തന്നെ വേണം. രാഷ്ട്രീയമായി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരുന്ന ഈ രാഷ്ട്രീയ വിവാദം ഏത് മട്ടിലേക്കാണ് ചരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആകാംക്ഷയോടെ തന്നെ കാത്തിരുന്ന് കാണണം. നന്ദി, നമസ്കാരം.